നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒരു യൂട്യൂബ് ചാനലിനെതിരെ കഴിഞ്ഞ ദിവസമുണ്ടായ ഒരു പരാതി, അതായത് പരീക്ഷാ ചോദ്യങ്ങളൊക്കെ തന്നെ യൂട്യൂബ് ചാനൽ മുൻകൂട്ടി ചാനലിലിട്ട് പരസ്യപ്പെടുത്തി ചോദ്യപേപ്പർ ചോർച്ച എന്നുള്ള പരാതി ഉയർന്നു കണ്ട ഒരു വാർത്തയുണ്ടായിരുന്നു. സ്കൂളിൽ നടത്താനിരിക്കുന്ന ക്രിസ്തുമസ് പരീക്ഷയ്ക്കുള്ള ചോദ്യപേപ്പറാണ് യൂട്യൂബ് ചാനലിലൂടെ ചോർന്നിരിക്കുന്നത്. ദുരൂഹമായി ഈ സംഭവം തുടരുമ്പോൾ ഈ ചാനലിനെതിരെ മറ്റൊരു പരാതി കൂടി ഉയരുന്നു. ക്ലാസുകൾ എടുക്കുന്നു എന്ന പേരിൽ അശ്ലീല പരാമർശങ്ങൾ ഉപയോഗിക്കുന്നുവെന്നാണ് നിലവിൽ AYF പരാതി നൽകിയിരിക്കുന്നത്. സംഭവം വിവാദമായ പശ്ചാത്തലത്തിൽ അന്വേഷണം ഊർജിതമാക്കാനുള്ള നീക്കത്തിലേക്കാണ് പോലീസും കടക്കുന്നത്. പൊതുവിദ്യാലയങ്ങളിലെ ചോദ്യപേപ്പർ എങ്ങനെയാണ് ഒരു യൂട്യൂബ് ചാനലിലൂടെ ചോർന്നിരിക്കുന്നത്? ചോർച്ചയിൽ ഇപ്പോൾ ആരോപണ വിധേയരായ യൂട്യൂബ് ചാനലിലെ ഓൺലൈൻ ക്ലാസുകളിൽ അശ്ലീല പരാമർശം കൂടി ഉള്ളടക്കങ്ങളായി മാറുന്നുവെന്ന് പറഞ്ഞപ്പോൾ സംഗതി കൂടുതൽ കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് കൊടുവള്ളി ആസ്ഥാനമായിട്ടുള്ള MS സൊല്യൂഷൻ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ക്ലാസ്സുകളിലാണ് ഇത്തരം പരാമർശമുള്ളത്. ഇങ്ങനെ ഒരു പരാതിയാണ് ഉയർന്നിരിക്കുന്നത്. ക്ലാസ്സുകളുടെ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പോലീസിൽ പരാതി നൽകാനാണ് AYF തീരുമാനിച്ചത്. ഇവരുടെ ഓൺലൈൻ ക്ലാസ്സുകളിൽ അശ്ലീല പരാമർശങ്ങളും ദ്വയാർത്ഥ പ്രയോഗങ്ങളും ഒക്കെ തന്നെ ഉൾപ്പെട്ടിരിക്കുന്നു. അത് കുട്ടികളെ വഴിതെറ്റിക്കുമെന്നാണ് നിലവിൽ പരാതിപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങൾ പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയും ഇൻസ്റ്റാഗ്രാമിലെ ഫാൻ പേജുകളിലൂടെയും ഒക്കെ തന്നെ അപ്ലോഡ് ചെയ്ത് വൈറലാക്കിയിട്ടുണ്ട്. കൂടുതൽ വിദ്യാർത്ഥികളെ ആകർഷിക്കാനുള്ളൊരു നീക്കമായി തന്നെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായിട്ടുള്ള ക്ലാസ്സുകളിൽ ഇത്തരം പരാമർശങ്ങൾ ഉൾപ്പെട്ടതിലുള്ള വലിയ പ്രതിഷേധം തന്നെയാണ് AYF ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. കാര്യം, കുട്ടികളാകുമ്പോൾ ഇങ്ങനെയുള്ള പരാമർശങ്ങളിൽ ആകർഷകരായി ആ ക്ലാസ്സുകൾ ശ്രദ്ധിക്കുകയും കൂടുതൽ റീച്ച് ഉണ്ടാകാൻ കഴിയുകയും കൂടുതൽ ധനസമ്പാദനം എന്ന രീതിയിലൊക്കെ തന്നെയാണ് ഇതിനെ ഈ യൂട്യൂബ് ചാനൽ വിനിയോഗിച്ചിരിക്കുന്നതെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഈ യൂട്യൂബ് ചാനലിനെതിരെ പോലീസ് രഹസ്യാന്വേഷണം ആരംഭിച്ചിരുന്നു. സംഭവത്തിൽ ചോദ്യപേപ്പർ തയ്യാറാക്കിയവരിൽ നിന്നും യൂട്യൂബ് ചാനൽ പ്രതിനിധികളിൽ നിന്നുമൊക്കെ തന്നെ പോലീസ് ഉടൻ മൊഴിയെടുക്കാനാണ് തീരുമാനിക്കുന്നത്. ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ പുനഃപരീക്ഷ നടത്താനുള്ള സാധ്യത പോലും വളരെ കുറവാണെന്നുള്ള വിവരം ലഭിക്കുന്നു. ഈ വൈകിയ വേളയിൽ ഇനി ഇങ്ങനെ ഒരു നീക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പൊതുവിദ്യാഭ്യാസ മേഖലയെ അടക്കം ബാധിക്കുന്ന ഒരു വിഷയമായി മാറും. ഇപ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ കൊടുവള്ളിയിലെ ഓഫീസ് അടച്ചിട്ടിരിക്കുകയാണ്. DGPക്കും സൈബർ സെല്ലിനും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പരാതി നൽകുമെന്ന് മന്ത്രി V. ശിവൻകുട്ടി കഴിഞ്ഞ ദിവസം തന്നെ അറിയിച്ചിരുന്നു. ശക്തമായ അന്വേഷണവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. എന്നാൽ ഏത് അന്വേഷണവുമായും തങ്ങൾ സഹകരിക്കുമെന്നാണ് സ്ഥാപനത്തിൻ്റെ CEO ആയിട്ടുള്ള ഷുഹൈബ് കഴിഞ്ഞ ദിവസം ചാനലിലൂടെ തന്നെ വ്യക്തമാക്കിയത്. പക്ഷേ ഇന്നു മുതൽ അദ്ദേഹത്തെക്കുറിച്ച് യാതൊരുവിധ വിവരവുമില്ല, ഫോണിൽ ലഭ്യമാകുന്നില്ല. നാട്ടിൽ നിന്നും ഷുഹൈബ് ഒളിച്ചോടി എന്നുള്ള വിവരമാണ് പലരും പങ്കുവയ്ക്കുന്നത്. കഴിഞ്ഞ 3 പാദവാർഷിക പരീക്ഷകളിലായി ഈ യൂട്യൂബ് ചാനൽ വഴി പല പ്രധാനപ്പെട്ട ചോദ്യപേപ്പറുകളും ഇത്തരത്തിൽ ചോർന്നുവെന്നാണ് വിദ്യാഭ്യാസ വകുപ്പും കണ്ടെത്തിയിരിക്കുന്നത്. SSLCയുടെ ഇംഗ്ലീഷ് +1 മാത്തമാറ്റിക്സ് പരീക്ഷകളുടെ ചോദ്യം കൃത്യമായി തന്നെ ഈ യൂട്യൂബ് ചാനലിലൂടെ പ്രത്യക്ഷപ്പെട്ടു. വളരെ ഗൗരവകരമായ വിഷയം തന്നെയാണ്. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തന്നെ ഇതിൽ ശക്തമായ നിലപാട് സ്വീകരിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും വ്യക്തമാക്കുന്നു. വകുപ്പ് തല നടപടിയെക്കുറിച്ചൊക്കെ തന്നെ ആലോചിക്കാനും അടുത്ത ദിവസം ഉന്നതതല യോഗം ചേരുന്നതാണ്. അധ്യാപകരുടെ സ്വകാര്യ ട്യൂഷൻ ക്ലാസ്സിനെക്കുറിച്ചുള്ള അന്വേഷണവും ഊർജിതമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ഇതോടൊപ്പം തന്നെ മന്ത്രി പറയുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.